ഗുഡ് മോർണിംഗ് ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? ഞാനിത് കുറച്ച് നാളത്തെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ലോങ് എന്നൊന്നും പറയാൻ പറ്റില്ല, 6 മിനിറ്റേ ഉള്ളൂ. എൻ്റെ ഒരു ആഫ്റ്റർനൂൺ വരെയുള്ളൊരു ഡെയിലി വ്ളോഗ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെയിലി വ്ളോഗല്ല, ലൈക്ക് ഇന്നും ഞാൻ എണീച്ചപ്പോൾ ഞാൻ കരുതിയ തോട്ടിലേക്കൊക്കെ ആഫ്റ്റർനൂൺ വരെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തേക്കാണ്. കാര്യം എനിക്കിന്ന് ഓഫ് ഡേ ആയിരുന്നു. സോ അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് കരുതിയിട്ടുള്ളൊരു വീഡിയോ ആണ്, എൻ്റെ ഒരു കംബാക്ക് വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ 6:45 AM എണീച്ചത്. എല്ലാ ദിവസവും ഈ നേരത്തല്ല ഞാൻ എനിക്ക് തോന്നിയ നേരത്താണ് ഞാൻ എണീക്കുക. ഇപ്പോൾ എനിക്ക് വൈകി കിടന്നിട്ട് എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. സോ ഞാൻ 7 മണി, 7:15, 7:30, ചില ദിവസങ്ങളിൽ അത് 8 മണിയൊക്കെ ആവാറുണ്ട്. അങ്ങനെയാണ് എണീക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ച് നോക്കിയപ്പോൾ പുറത്ത് ഫുള്ള് കോടയായിരുന്നു. ഞങ്ങൾ 16th ഫ്ലോറിലാണുള്ളത്, ഈ ഫ്ലാറ്റിൽ, ദീപ് സാഗർ ഫ്ലാറ്റിൽ 16ാമത്തെ നിലയിലാണുള്ളത്. സോ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ ഡിസംബർ മന്തൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും, ഇവിടെ നല്ല പൊതുവേ എല്ലാ സ്ഥലത്തും ഭയങ്കര തണുപ്പാണെന്നറിയാം. പക്ഷേ ഇന്ന് പതിവിൽ കൂടുതൽ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം ഒന്നിനും ചെയ്യാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വേറൊരു റിയാലിറ്റി. അങ്ങനെ ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ എണീച്ചിരുന്ന കുറച്ച് നേരം വെറുതെ ഇങ്ങനെ ഇരിക്കും. എനിക്ക് സ്ലോ മോർണിംഗ്സ് ആയിട്ടാണ് താല്പര്യം. പെട്ടെന്ന് എണീച്ച് ചടപടേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതമല്ല ഞാൻ. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്തോ അത് വർക്കാവാറില്ല. അന്നത്തെ ദിവസമേ ഞാൻ ഫുൾ പാനിക്കായിട്ടായിരിക്കും ഓടി നടക്കുക. സോ അതുകൊണ്ട് എനിക്ക് എണീച്ച് കഴിഞ്ഞ് കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് കണ്ണൊക്കെ തുറന്ന് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് കുറച്ച് സമയം വേണം. എണീച്ച പാടെ തന്നെ ഇങ്ങനെ ഓടി നടന്ന്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ദാറ്റ്സ് ഗ്രേറ്റ്, ദാറ്റ് സൗണ്ട്സ് ഗുഡ്. പക്ഷേ എനിക്കത് വർക്കാവില്ല. കാര്യം ഞാൻ അങ്ങനെ ചെറുപ്പം തൊട്ടേ ശീലിച്ച് വന്നത് ഒരു ദുശീലമാവാം, മേ ബി, ഐ ഡോണ്ട് നോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം രാവിലെ തന്നെ എണീച്ച് വെള്ളം കുടിച്ച് പല്ല് തേക്കാൻ പോവുകയാണ്. അപ്പം പൊതുവേ പല്ല് തേക്കുമ്പോൾ ഞാൻ കുറച്ചധികം നേരം പണ്ടൊക്കെ എടുക്കുമായിരുന്നു, 5 മിനിറ്റിൽ കൂടുതലൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ അത്രയും സമയം എടുക്കാറില്ല. കാര്യം അങ്ങനെ പല്ല് തേക്കരുതെന്ന് ഏതൊരു ഡോക്ടർ പറഞ്ഞു കേട്ട് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഞാനൊരു മാക്സിമം 2 മിനിറ്റ്സ് ഒക്കെ തേക്കാറുള്ളൂ, 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ. അങ്ങനെ ഞങ്ങൾ പുതിയ കോൾഗേറ്റ് മേടിച്ചിട്ടുണ്ടല്ലോ, പതഞ്ജലീൻ്റെ എന്തോ ഒരു ആയുർവേദിക് സംഭവം. അതിടയ്ക്ക് എനിക്ക് കഴിക്കാനൊക്കെ തോന്നും. ഭയങ്കര ടേസ്റ്റാണ് അതിന്. എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അറിയില്ല, പക്ഷേ നല്ലൊരു തരം ടേസ്റ്റാണതിന്. കുറേ കാലമായിട്ട് കോൾഗേറ്റ് തന്നെയായിരുന്നു യൂസ് ചെയ്യലോ. അങ്ങനെ മുഖമൊക്കെ കഴുകി ഞാൻ ഇപ്പോൾ ഫേസ് വാഷ് ഇടാറില്ല കേട്ടോ. കാര്യം ഒന്നാമത് തണുപ്പാണ്, ഫേസ് വാഷും കൂടി ഇടുമ്പോൾ എൻ്റെ മുഖം ഭയങ്കര ഡ്രൈ ആവും. അതുകൊണ്ട് ഇപ്പം പിന്നെ ഞാൻ പുറത്തെവിടെയും പോകുന്നില്ലല്ലോ, വീട്ടിൽ നിന്ന് തന്നെ ആയിരുന്നാണല്ലോ പണി. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാസ്, അവന് വീറ്റ് ദോശയായിരുന്നു. വീറ്റ് ദോശയും തക്കാളി കറിയായിരുന്നു. തക്കാളി ചട്നിയല്ല, തക്കാളി കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി കറി. നിങ്ങൾ ആരെയും കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ആട്ടേൻ്റെ ദോശയും അതുപോലെ തന്നെ തക്കാളിക്കറിയും ഭയങ്കര കോമ്പിനേഷനാണ്. പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ ഇങ്ങനെ മലയ്ക്ക് പോകുന്ന സമയത്ത്, അതായത് എൻ്റെ മൂത്തമ്മയുടെ മകനാണ്, അവർ മലയ്ക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ അമ്മ എപ്പോഴും രാവിലെ എണീച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഒരു ഫുഡായിരുന്നു. കാര്യം അവർക്ക്, ഈ സ്വാമിമാർക്കൊക്കെ ഒരു നേരമാണല്ലോ അരി ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോ ആണ് തക്കാളി ദോശ എന്നൊക്കെ, തക്കാളിക്കറിയും വീറ്റ് ദോശയും. അപ്പം ഞാൻ അതല്ല ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് റാഗിയുടെ ദോശയാണ്. കാര്യം ബ്ലഡ് വളരെ കൂടുതലായതുകൊണ്ട്, അനീമിക് അല്ലാത്തത് കൊണ്ടും എനിക്ക് ഒന്നരാടൻ ഇങ്ങനെ രാഗി ദോശയോ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയോ ഒക്കെ കഴിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ റെഗുലറായിട്ട് മുന്തിരി വെള്ളത്തിലിട്ടതും ഞാൻ സേവിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് ഒന്ന് കൂട്ടിയെടുത്താലേ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. കാര്യം ഹീം കൂട്ടിയെടുത്തിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് തന്നെയാണ്. ടയേർഡ്നെസ്, ക്ഷീണം, ഉറക്കക്കുറവ്, അങ്ങനെ പല 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 പ്രശ്നങ്ങളുണ്ടാവും. സോ ഞാൻ ഇത് റെഗുലറായിട്ട് ഓൾമോസ്റ്റ് ഞാൻ റെഗുലറായിട്ട് കഴിക്കും. ചിലപ്പോൾ രാത്രി ഇത് തന്നെയായിരിക്കും ഫുഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ഫുഡ് എന്ന് പറയുന്നത് രാഗി ദോശയാണ്. പിന്നെ എനിക്ക് ഈ ദോശേൻ്റെ കൂടത്തെ കറി അല്ലെങ്കിൽ ചട്നിയൊന്നും നിർബന്ധമുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളല്ല ഞാൻ. കിട്ടിയാൽ നല്ലത്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. സോ ഞാനിവിടെ ഒരു ചട്ടി കത്തിച്ച് വെച്ചിട്ട്, ഇത് ചട്ടിയെന്ന് പറയാൻ പറ്റില്ല, ഒരു തവ, നോൺ സ്റ്റിക്ക് തവയാണിത്. അപ്പം അത് നോൺ സ്റ്റിക്ക് അല്ല, ഇതിനെന്താ പറയുക, മറ്റേ എന്നോട് പേര് മറന്നുപോയി. ഒരു അയേണിൻ്റെ അല്ല, പ്രോപ്പർ അയൺ അല്ല, അതിന് വേറൊരു പേര് പറയും, എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. സോ ആ ഒരു സംഭവത്തിൻ്റെ മുകളിൽ, ആ ഒരു ചട്ടീൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ദോശയുടെ മാവ് അങ്ങോട്ട് പരത്തി ഒഴിക്കുകയാണ്. ഐ എം നോട്ട് എ ദോശ മേക്കർ, പെർഫെക്റ്റ് ദോശ മേക്കർ. റൗണ്ടായിട്ടൊന്നും കിട്ടില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ മിസ്റ്റേക്കുകളൊക്കെ കാണാം. ബട്ട്
ഇപ്പം ഞാൻ പെർഫെക്റ്റായിട്ട് ചപ്പാത്തി റൗണ്ടിൽ പരത്തും. ദോശ എൻ്റെ അമ്മയൊക്കെ നല്ല കറക്റ്റ് വട്ടത്തിൽ ചുട്ടെടുക്കുന്ന കാണാം കേട്ടോ. ഞാൻ അത്ര എക്സ്പേർട്ടല്ല അതിൽ. എനിവേ നമ്മൾ രാവിലത്തെ കഴിപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനി ഉച്ചക്കത്തെ ഫുഡാണ്. ഇപ്പം കാര്യമായിട്ട് ഫുഡടി മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ള എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ എനിവേ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. കാര്യം ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ വേണ്ടായിരുന്നു, ബട്ട് ഈ ഒരു വർഷത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എനിവേ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാ രീതിയിലും അടിപൊളിയായിട്ടുള്ള മനസ്സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തിയെടുക്കാൻ പറ്റുന്ന സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു വർഷമായിരിക്കട്ടെ. അത് തുടക്കത്തിലേ പറയേണ്ടതായിരുന്നു. സോ നമ്മളിപ്പം ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തലൈവരുടെ ബിരിയാണിയാണ്. മുംബൈയിൽ നിന്ന് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചൊരു സാധനമാണ്. അത് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. തമിഴ് സ്റ്റൈലിലുള്ള തലൈവർ ബിരിയാണിയാണ്. കുഴപ്പമില്ല. അതിലൊരു ചമ്മന്തി അവരിട്ടിട്ടുണ്ട്, ചട്നി പോലത്തെ. വായി വെക്കാൻ കൊള്ളില്ലത്. സീരിയസ്ലി പറയാമല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പനും ഭയങ്കര ഇഷ്ടമായി, ബട്ട് എനിക്കത് ഇഷ്ടമായില്ല. എന്തോ ടേസ്റ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ വീഡിയോ. വളരെ ഒരു കുട്ടി വീഡിയോ ആണ്, 6 മിനിറ്റുള്ള. സോ എനിവേ ഈ ഒരു വർഷം നിങ്ങൾ തിന്നും കുടിച്ചും എൻജോയ് ചെയ്തും ആർമാദിച്ചും നിങ്ങളുടെ ഈ ഒരു ന്യൂ ഇയർ 2026 ആഘോഷിക്കാൻ പറ്റട്ടെ. അപ്പോൾ ബൈ ഗൈസ്.